വെൽക്കം ടു ഫോർവേഡ് സ്റ്റെപ്സ് വ്ലോഗ്സ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വകുപ്പ് തല പരീക്ഷയുടെ ഭാഗമായ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളടങ്ങിയ ഭാഗമാണിത്. ഇത് ഉപകാരപ്രദമെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തുടർന്നുള്ള ഭാഗങ്ങൾ ലഭിക്കുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വിജയാശംസകൾ. കരം, ടോൾ, ഫീസുകൾ എന്നിവ ഉചിതമായി ചുമത്തുന്നതിനും പിരിച്ചെടുക്കുന്നതിനും മുനിസിപ്പാലിറ്റികളെ നിയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആര്? ഉത്തരം സംസ്ഥാന നിയമസഭ. പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പ്ലാനുകൾ ഏകീകരിക്കുന്നത്? ഉത്തരം ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി. സഹകരണ സംഘങ്ങൾ സാമ്പത്തിക വർഷം കഴിഞ്ഞ് എത്ര മാസത്തിനുള്ളിൽ വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിക്കണം? ഉത്തരം 6 മാസത്തിനുള്ളിൽ. പഞ്ചായത്തുകളുടെ കാലാവധി എത്ര വർഷം? ഉത്തരം 5 വർഷം. ഒരു സഹകരണ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങളുടെ പരമാവധി എണ്ണം എത്ര? ഉത്തരം 21 അംഗങ്ങൾ. ഭരണഘടന അനുസരിച്ച് സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ ഇൻഷുറൻസ്, തൊഴിലില്ലായ്മ എന്നിവ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുന്നത് ആര്? ഉത്തരം പാർലമെൻറ്റും നിയമസഭയും കൺകറന്റ് അധികാരപ്രകാരം. പാർലമെൻറ്റിനെയും നിയമസഭകളെയും നിയമനിർമ്മാണം നടത്തുന്നതിന് അധികാരപ്പെടുത്തുന്ന ലിസ്റ്റ്? ഉത്തരം കൺകറന്റ് ലിസ്റ്റ്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിന് ഡാഷ് ലിസ്റ്റിൽ നിയമമുള്ളതാണ്? ഉത്തരം കൺകറന്റ് ലിസ്റ്റ് ആർട്ടിക്കിൾ 246 2. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെടുന്ന കാര്യങ്ങൾക്കായി നിയമനിർമ്മാണം നടത്തുന്നതിന് സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരമുള്ളതാണ്? ഡാഷിന് 7ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് 1 പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ കാര്യങ്ങൾക്കായി നിയമനിർമ്മാണം നടത്തുന്നതിന് അധികാരമുള്ളതാണ്? ഉത്തരം പാർലമെൻറ്റിന്. ഭരണഘടന പ്രകാരം കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ഓഡിറ്റ് നടത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ലിസ്റ്റ്? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. വിദ്യാഭ്യാസം, ടെക്നിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റികൾ എന്നിവ ഏതിൽപ്പെടുന്നു? ഉത്തരം കൺകറന്റ് ലിസ്റ്റിൽ. സംസ്ഥാനം നടത്തുന്ന നിയമനിർമ്മാണം കേന്ദ്രത്തിന് വിരുദ്ധമെങ്കിൽ ഇത് നിലനിൽക്കുമോ? ഉത്തരം നിലനിൽക്കില്ല. അന്തർ സംസ്ഥാന നദീജല വിഷയങ്ങളിൽ തർക്കമുണ്ടായാൽ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കുന്നത്? ഉത്തരം പാർലമെൻറ്റ്. കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയിൽപ്പെടാത്ത ഇനങ്ങൾക്കായി നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്ക്? ഉത്തരം പാർലമെൻറ്റിന്. ഒരു മുൻകൂർ അഡ്വാൻസ് ഇനത്തിൽ പ്രസിഡന്റിൻ്റെ തീരുമാനത്തിന് വിധേയമായി വിതരണം നടത്തുന്ന ഫണ്ട് ഏത്? ഉത്തരം കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ.
നിയമനിർമ്മാണത്തിലൂടെ സംസ്ഥാന നിയമസഭ സ്വരൂപിക്കുന്ന കണ്ടിജൻസി ഫണ്ട് ആരുടെ അധീനതയിലാണ്? ഉത്തരം സംസ്ഥാന ഗവർണറുടെ. കേന്ദ്രം ചുമത്തുന്നതും എന്നാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും സംയുക്തമായി പിരിച്ചെടുക്കുകയും ചെയ്യുന്ന ടാക്സ്? ഉത്തരം സർവീസ് ടാക്സ്. സംസ്ഥാനത്തിൻ്റെ മുൻകൂട്ടി കാണാത്ത ചെലവുകൾക്കായി ഗവർണറുടെ തീരുമാനപ്രകാരം വിനിയോഗിക്കപ്പെടുന്ന ഫണ്ട് ഏത്? ഉത്തരം കണ്ടിജൻസി ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 268(1) പ്രകാരം സ്റ്റാമ്പ് ഡ്യൂട്ടി ചുമത്തുന്നത് ആര്? ഉത്തരം സെൻട്രൽ ഗവൺമെൻറ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാരിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള വസ്തുക്കളുടെ വിൽക്കൽ വാങ്ങൽ നികുതികൾ പിരിച്ചെടുക്കുന്നതിനുള്ള അവകാശം ഡാഷിന് പതിച്ചു നൽകിയിരിക്കുന്നു? ഉത്തരം സംസ്ഥാനങ്ങൾക്ക്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ ചുമത്തുകയും വിതരണം നടത്തുകയും ചെയ്യപ്പെട്ടിട്ടുള്ള ടാക്സ്? ഉത്തരം ഇൻകം ടാക്സ്. നിലവിൽ ടാക്സിൻ്റെ അറ്റവരവ് സംസ്ഥാനങ്ങൾക്ക് പതിച്ചു നൽകിയിട്ടുള്ള ടാക്സ്? ഉത്തരം ഇൻകം ടാക്സ്. കേന്ദ്രം ചില ടാക്സുകളിൽ മേലും ഡ്യൂട്ടികളിലും ചുമത്തുന്ന സർചാർജിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം പ്രസ്തുത തുക സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ചു നൽകാതെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ വകകൊള്ളിക്കുന്നു. ഫിനാൻസ് കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുന്ന കാലാവധി? ഉത്തരം 5 വർഷം. ഒരു ടാക്സ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയുടെ അറ്റവരവ് നിർണയിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് ആര്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ്. ഫിനാൻസ് കമ്മീഷൻ്റെ ഘടന എന്ത്? ഉത്തരം ചെയർമാനും 4 അംഗങ്ങളും. കേന്ദ്ര വിഭവശേഷികൾ സംസ്ഥാനങ്ങൾക്കിടയിൽ വിതരണം നടത്തുന്നത് ഡാഷിൻ്റെ ശുപാർശ പ്രകാരമാണ്? ഉത്തരം ഫിനാൻസ് കമ്മീഷൻ്റെ. ഫിനാൻസ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഉത്തരം 5 അംഗങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, കോണ്ടിനെൻ്റൽ ഷെൽഫുകൾ, എക്കണോമിക് ആൻഡ് മാരിടൈം സോണുകൾ എന്നിവ കാലാകാലങ്ങളിൽ പരിധി നിശ്ചയിക്കുന്നത് ആര്? ഉത്തരം പാർലമെൻറ്റ് പാസാക്കുന്ന നിയമപ്രകാരം. സംസ്ഥാനത്തിന് വേണ്ടി നടത്തുന്ന കരാറുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആര്? ഉത്തരം ഗവർണർ. കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഉത്തരം ആർട്ടിക്കിൾ 315(1) പ്രകാരം. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ, പ്രതിനിധികൾ എന്നിവരെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഗവർണർ. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ ഭരണകാലാവധി എത്ര വർഷം? ഉത്തരം 6 വർഷം അഥവാ 62 വയസ്സ് വരെ.
പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യാവുന്ന ഒരു കാര്യം. ഉത്തരം സുപ്രീം കോടതി റഫറൻസ് നടത്തിയാൽ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി നിയമിക്കാമോ? ഉത്തരം നിയമിക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315(1) പ്രകാരമാണ് ഡാഷ് രൂപീകരിച്ചിട്ടുള്ളത്. ഉത്തരം യൂണിയൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ദൈനംദിന ചെലവുകൾക്ക് ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 322 പ്രകാരം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഉത്തരം ഗവർണർ മുഖാന്തിരം സംസ്ഥാന നിയമസഭയ്ക്ക്. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ നിയന്ത്രണവും മേൽനോട്ടവും ഉത്തരവാദിത്വവും ആർക്ക്? ഉത്തരം ഇലക്ഷൻ കമ്മീഷന്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ്. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? ഉത്തരം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കായി നാഷണൽ കമ്മീഷനിൽ ചെയർപേഴ്സണും കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ടാകും? ഉത്തരം 3 അംഗങ്ങൾ. കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷ? ഉത്തരം ദേവനാഗിരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദി. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ ഏത് ഷെഡ്യൂളിൽ പെടുന്നു? ഉത്തരം 8-ാം ഷെഡ്യൂളിൽ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ഔദ്യോഗിക ഭാഷ? ഉത്തരം ഇംഗ്ലീഷ്. ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റം സംബന്ധമായ അയോഗ്യത പ്രതിപാദിക്കുന്നത് എവിടെ? ഉത്തരം 10-ാം ഷെഡ്യൂളിൽ. ചില പ്രത്യേക അടിയന്തര സാഹചര്യങ്ങളിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം ആർക്ക്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റിന്. രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ കാലാവധി നീട്ടുന്നതിനുള്ള അവകാശം ആർക്ക്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റിന്. രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടന വ്യവസ്ഥ പ്രകാരം പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് എപ്പോൾ? ഉത്തരം അപ്രകാരമുള്ള സാഹചര്യം ഉടലെടുത്തു എന്ന് ബോധ്യപ്പെടുമ്പോൾ. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പ്രസിഡന്റ് സ്വീകരിക്കുന്ന നടപടികൾക്ക് ഉദാഹരണം? ഉത്തരം കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി സാധ്യമാക്കുന്ന ആർട്ടിക്കിൾ? ഉത്തരം ആർട്ടിക്കിൾ 368. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി നടത്തുന്നതിനുള്ള അധികാരം ആർക്ക്? ഉത്തരം ഇന്ത്യൻ പാർലമെന്റിന്.
ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ എത്ര ആർട്ടിക്കിളുകൾ ഉണ്ട്? ഉത്തരം 395 ആർട്ടിക്കിളുകൾ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.